അല്ല, എനിക്ക് പ്രേമിച്ച പെണ്ണിനെ കിട്ടിയില്ല, അപ്പൊ കിട്ടിയ പെണ്ണിനെ പ്രേമിക്കുകയാണ് ചെയ്തത്. 4 കല്യാണവും കഴിച്ചു. ഇതെന്റെ വിജയമായി. രണ്ടാം ഭാര്യയാണ്. രണ്ടാം ഭാര്യ. ഞങ്ങള് ഗുരുവായൂരിന്ന് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം 4 കല്യാണം. സ്വന്തം ഭാര്യ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് കിട്ടുന്ന ശമ്പളത്തെക്കാട്ടും കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു മാസം. അത് ശരിയാ. പക്ഷെ അത് നമ്മുടെ ഇടയിൽ ഒരു മൂസക്കായാണ്. അത്രയും സിനിമാ ലോകത്തുള്ളവരും സീരിയലുള്ളവരൊക്കെ എന്നെ കോവൂര് എന്നാണ് വിളിക്കുന്നത്. അത് പിന്നെ സുരഭി ഇട്ടിരിക്കുന്ന പേരായിരിക്കും. മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിലേ ഈ പിന്നെ വയസ്സൊക്കെ വെറും അക്കങ്ങളായിട്ട് മാറും. പടച്ചോനാണത്, എല്ലാ രീതിയിലും എൻ്റെ പടച്ചോനാണ്. കാരണം എന്നെ സിനിമാ ലോകത്തിന് ശരിക്കും എനിക്ക് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നതും സിനിമ. ജോലി എന്താ? എനിക്കൊരു സംശയം, പാൻറ്റിട്ടത് ചന്തിക്ക് മുകളിലാണോ അതോ താഴെയാണോ? ചന്തിക്ക് മുകളിൽ. നന്നായിട്ട് കഴിക്കും അല്ലേ എന്ന് വെച്ചെന്നോട്. അപ്പൊ ഞാനില്ല, നമുക്ക് ഞാൻ കഴിക്കില്ല. പടാ, എന്നെ കണ്ണ് കണ്ടറിയാം നീ നന്നായിട്ട് കഴിക്കുന്ന ആളാണ്. നമുക്ക് അതൊന്ന് തിരുത്തി കളിട്ടോ. വിനോദ് കഴിക്കാത്ത ആളാണ്, നിങ്ങളത് പറഞ്ഞിട്ട് വലിയ ക്ഷീണമുണ്ട് ഇന്ന് അവിടെ ഇരിക്കുന്നതാണ്. അങ്ങനെ ഇന്ന് കുഞ്ഞിന് മാഷ് എൻ്റെ വീട്ടിൽ വന്ന ദിവസം ശരിക്കും അച്ഛനും അമ്മയും ഞെട്ടി. ഞാനില്ല വീട്ടിൽ. അവൻ്റെ പേര് വിനോദം എന്നാണ്. അവൻ വിനോദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലെത്തിയവനാണ്. അവൻ ആ ജോലി ചെയ്തോളൂ. അവൻ ലോകമറിയുന്ന കലാകാരനാവും. ഞാനാ പറയും. വിനോദായിട്ട് 7 വർഷം HIV പ്രിവെൻഷൻ മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആയിരുന്നു. അപ്പം അതിൽ 7 വർഷം വർക്ക് ചെയ്തപ്പം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് എയ്ഡ്സ് രോഗികൾ, എൻ്റെ മുന്നിൽ കിടന്ന് മരിച്ച കുറേ എയ്ഡ്സ് രോഗികൾ, അവർക്കൊക്കെ എങ്ങനെ എയ്ഡ്സ് രോഗം വന്നു, ഓരോ സ്ത്രീകളും എങ്ങനെയാണ് സെക്സ് വർക്കേഴ്സ് ആവുന്നത്, എങ്ങനെയാണ് ഓരോ പുരുഷന്മാരും പുരുഷ വേശ്യകളാവുന്നത് എന്നുള്ളതൊക്കെ. നിഴലോ മാഞ്ഞു പോയി, വഴിയും മറന്നു പോയി, തോരാത്തരാമഴയിൽ. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാ ടെക്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അഭിനയം എൻ്റെ ജീവനാണ്, സംഗീതം എൻ്റെ ശ്വാസമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല കലാകാരനാണ്, പാട്ടുകാരനാണ്. അപ്പം വിനോദേട്ടാ, എന്താ ആലോചിച്ചിരിക്കുന്നത്? അഭിനയം എൻ്റെ ജീവനാണ്, സംഗീതം എൻ്റെ ശ്വാസമാണ്, അത് തന്നെയല്ലേ? ആണ്. അഭിനയം അങ്ങനെ വേറെ ഒന്നും കൂടി പറയാം. അഭിനയം എൻ്റെ ഭാര്യയാണ്, സംഗീതം എൻ്റെ കാമുകിയാണ്. ഭാര്യയും കാമുകിയാണ്, രണ്ടും നമുക്ക് പ്രിയപ്പെട്ടതാണല്ലോ അല്ലേ? അപ്പൊ നമുക്കൊരു പാട്ട് തന്നെ തുടങ്ങിയാലോ? പാടുന്ന തുടങ്ങണം. ഈ മൈക്കാണ് ഞാൻ സ്ഥിരമായിട്ട് പാടുന്ന മൈക്കിട്ട്. പലർക്കും ഒരേ പാട്ടിനെ കുറിച്ച്, ഈ മൈക്കിനെ കുറിച്ച്. ആകാശമായവളേ, അകലെ പറന്നവളേ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയുന്നു ഞാൻ. നിഴലോ മാഞ്ഞു പോയി, വഴിയും മറന്നു പോയി, തോരാത്തരാമഴയിൽ. ചൂട്ടുമണഞ്ഞു പോയി, പാട്ടും മുറിഞ്ഞു പോയി, ഞാനും ശൂന്യമായി. ഒരുപാട് പാട്ടിലേക്ക് വരെ. ആകാശമായവളെ, ശരിക്കും പറഞ്ഞ ആരാണ് അവൾ? ആകാശമായവളെ അങ്ങനെ കുറെ പേരുണ്ട്. നമുക്ക് നമ്മുടെ പഴയ കളിത്തോഴിമാരെയും ഒരുപാട് പേര് ഓർമ്മ വരും ഈ പാട്ട് പാടുമ്പോൾ. പഴയ കാമുകിനൊക്കെ ഓർമ്മ വരും. പക്ഷേ എന്താ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയാലും നല്ലൊരു പാട്ടാട്ടോ ശരിക്കും. സാധാരണ നമ്മൾ സിനിമയിലെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പൊ വരുന്ന സിനിമയിലെ പാട്ടുകളൊക്കെ ആ സിനിമാ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ നമ്മളൊന്ന് കേൾക്കാൻ രസിക്കുന്നല്ലാതെ പിന്നീട് നമ്മുടെ നാവും തുമ്പിലൊന്നും നിൽക്കില്ല. ഈ പാട്ട് വല്ലാതെ എന്നെയൊക്കെ വല്ലാണ്ട്, എന്നെന്നല്ല പലരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചൊരു പാട്ടാണത്. എന്റെ സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ പ്രിയ കൂട്ടുകാരനാണ് ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. നിതീഷ് നടേരിയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. വെള്ളം സിനിമയിലെ പാട്ട്. 8 വർഷമായി കൊച്ചിയിലാണ്. എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, സന്തോഷം? ഇഷ്ടം സന്തോഷമൊക്കെ കോഴിക്കോടാണ്. കാരണം നമ്മുടെ ജന്മസ്ഥലം അതാണ്. അവിടുത്തെ എൻ്റെ കൂട്ടുകാർ, അവിടുത്തെ മിഠായി തെരുവ്, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ ആൾക്കാരുടെ സ്നേഹം, അതൊരു വേറിട്ട ലെവലാണ്. അതിപ്പോൾ എല്ലാ ജില്ലക്കാരും പറയും. കോഴിക്കോട് മലബാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്നേഹം കൊണ്ടൊക്കെ വീർപ്പ് മുട്ടിക്കുക. അറിയാലോ, കണ്ണൂർക്കാരിയല്ലേ. പ്രത്യേക എത്ര സമയം കിട്ടിയാലും അങ്ങോട്ട് ഓടിപ്പോ. ഇപ്പോൾ സിനിമാ താരങ്ങൾ പലരും കോഴിക്കോട് ഷൂട്ടിംഗ് വന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. കാരണം നല്ല ഫുഡ് കിട്ടും, ആളുകളുടെ നല്ല സ്നേഹം കിട്ടും,
അപ്പോൾ കോഴിക്കോട് ലൊക്കേഷൻ ആവാൻ വേണ്ടിയൊക്കെ താരങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ ആ കോഴിക്കോടിൻ്റെ മണ്ണിൽ പിറന്നുകൊണ്ടാണ് ഞാനിന്നൊരു കലാകാരനായിട്ട് നിൽക്കുന്നത്. അതും സത്യമാണ്. കാരണം എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയത് നാടകത്തിലായിരുന്നു എൻ്റെ തുടക്കം. നാടകത്തിൽ തുടർച്ചയായിട്ട് 4 വർഷം ഞാൻ ബെസ്റ്റ് ആക്ടർ ആവുന്നത് കോഴിക്കോട് നിന്നാണ്. അപ്പോൾ നാടക പ്രവർത്തകർ, പാട്ടുകാർ, ഇപ്പോൾ നമ്മുടെ ഭാവുക്കയുടെ നാടാണല്ലോ, അപ്പോൾ പാട്ടിനോടുള്ളൊരു ഇഷ്ടം, നാടകക്കാർ, സാഹിത്യർ, MT തുടങ്ങിയ ഒരുപാട് ആളുകൾ അവിടെയാണല്ലോ. അപ്പോൾ സമ്പന്നമാണ് കോഴിക്കോട്. അപ്പോൾ കോഴിക്കോടിൻ്റെ മുട്ടാത്തെരു കൂടെ കൂട്ടുകാരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്, ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് വല്ലാത്തൊരു സുഖമാണ്. പക്ഷേ ഇപ്പം ഞാൻ ഈ എറണാകുളത്ത് വന്ന് താമസിക്കാൻ കാരണം നമ്മുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന എറണാകുളത്താണ്. അതെല്ലാം ഇവിടെ നിന്നാണ്. അപ്പം നമുക്ക് ഇങ്ങനെ കോഴിക്കോട് നിന്ന് ഇങ്ങനെ എപ്പോഴും ട്രാവൽ ചെയ്ത് വരേണ്ട ഒരു അവസ്ഥ വരും. അപ്പം അത് നോക്കിയപ്പോഴാണ് എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ടൊന്ന് സെറ്റിൽ ആവാം. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെയും മരണത്തിന് ശേഷമാണ് ശരിക്കും ഞാൻ ഇങ്ങോട്ട് സെറ്റിലായെന്ന് പറയാം. അപ്പം ഇവിടെ വന്ന് കുറേ കാലം വാടകയ്ക്ക് നിന്നു. വൈഫിനും ഇവിടേക്ക് ആയിട്ട് ഭയങ്കര കമ്പനിയായി. പിന്നെ ഇപ്പം സ്വന്തമായിട്ടൊരു ഫ്ലാറ്റുമായി. പക്ഷെ എന്നാലും ആദ്യത്തെ ഇന്റർവ്യൂ ആയി. പക്ഷേ കോഴിക്കോട് നിന്ന് ഒരു വിളി വന്നാൽ അപ്പം ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറും. അതെന്ത് കോഴിക്കോട് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഗസ്റ്റായിട്ടോ മുഖ്യാതിഥിയായിട്ടോ ഒക്കെ എന്നെ വിളിക്കും. അപ്പം ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറും, അവിടെ എത്തും, പരിപാടി കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് തിരിക്കും. യാത്ര എപ്പോഴും യാത്ര ചെയ്താൽ. ഇന്നും ഇപ്പം നിങ്ങൾ വന്ന ദിവസം ഇന്നലെ പുലർച്ചെ 3:30 മണിക്കാണ് ഞാൻ കോഴിക്കോട് നിന്ന് ഇവിടെ എത്തിയത്. പിന്നെ കോഴിക്കോടത്തെ വീടും എനിക്ക് ഭയങ്കര ക്രേസാണ്. അതൊരു തറവാടാണല്ലോ. നമ്മുടെ കുട്ടിക്കാലം മുഴുവൻ അവിടുത്തെ ഓർമ്മകൾ, അച്ഛൻ്റെ അമ്മയുടെ ഓർമ്മകൾ ഒക്കെ അവിടെയാണ്. അവിടെ പോയാൽ അവിടെ ഒറ്റയ്ക്ക് ആ കട്ടലിൽ കിടക്കുമ്പോഴും അവിടുത്തെ ഉമ്മറത്ത് വന്നിരിക്കുമ്പോഴും അവിടുത്തെ ചെടികളും പൂക്കളും ഒക്കെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി. ആ കിണർ വെള്ളത്തിൽ കോരി കുളിക്കുന്നതും, തണുത്ത വെള്ളത്തിൽ വെള്ളം കോരി കുളിക്കുന്ന അതൊക്കെ വലിയ നൊസ്റ്റാൾജിയ. ആ വീടിനെ കുറിച്ച് പറയുകയാണെ, വീട് ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. മൊത്തം മുല്ലപ്പൂ കൊണ്ട് നിറഞ്ഞൊരു വീടാണ് അത്. ഈ എൻ്റെ വീടും ഏട്ടൻ്റെ വീടും തൊട്ടടുത്താണ്. ചേട്ടൻ്റെ വീടിൻ്റെ മേലെയാണ് ഇപ്പോൾ ഈ മുല്ലപ്പൂ പടർന്നിരിക്കുന്നത്. അത് കാണാൻ ഇഷ്ടംപോലെ ആളുകൾ വരാം. ഡിസംബറിൽ മാത്രമാണ് അത് വിരിയുക. അപ്പോഴാണ് ആളുകൾ വരിക. നല്ല മണമായിരിക്കും അല്ലേ? എങ്ങനെയാ പിന്നെ പക്ഷികളൊക്കെ പക്ഷികള്, പൂമ്പാറ്റകള്, തേനീച്ചകളൊക്കെ വന്ന് തേൻ കുടിക്കുന്ന ഒരു കാഴ്ച ഭയങ്കര രസമുള്ള കാഴ്ച. ഒരു 10 ദിവസം അതിന് ആയുസുള്ളൂ. വിരിഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോഴേക്ക് കൊഴിഞ്ഞു. പിന്നെ ആ പച്ചപ്പ് ഇങ്ങനെ നിൽക്കും. വീടിന് AC-യുടെ ആവശ്യമൊന്നുമില്ല. വീട് നല്ല കൂളായിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് കാമുകിമാരുണ്ടായി, പക്ഷെ ഇപ്പം ഭാര്യയാണ് കാമുകി. അല്ല, എനിക്ക് പ്രേമിച്ച പെണ്ണിനെ കിട്ടിയില്ല. അപ്പൊ കിട്ടിയ പെണ്ണിനെ പ്രേമിക്കുകയാണ് ചെയ്തത്. അതാണ് സത്യം. ഇപ്പൊ അവള് വളരെ സന്തോഷത്തോടെ എൻ്റെ കൂടെ ജീവിക്കുന്നു. ഞാനും വളരെ ഹാപ്പിയാണ്. എത്ര വർഷമായി വിനോദേട്ടാ കല്യാണം കഴിഞ്ഞിട്ട്? 23 വർഷത്തോളം ആവാറായി ഇപ്പം ഞങ്ങൾ. പക്ഷെ വളരെ ലവബിൾ ആയിട്ടുള്ള, കാരണം എന്നെ വിമർശിക്കുകയും എന്നെ സ്നേഹിക്കുകയും എല്ലാ കാര്യത്തിലും എൻ്റെ തെറ്റുകളും ശരികളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വൈഫാണ്. അതാണ് ദേവു. നല്ലൊരു പാതി. പറയുകയാണെങ്കിൽ 23 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് 4 കല്യാണവും കഴിച്ചു. 4 കല്യാണം. സ്വന്തം ഭാര്യ എന്ന് പറയണം, വേറെ ആരെയല്ല. അതെ, സ്വന്തം ഭാര്യ കേട്ടോ. അത് പിന്നെ കാമുകിമാരെ കുറിച്ചൊക്കെ എനിക്ക് കുറച്ചും കൂടി ചോദിക്കാനുണ്ട്. അങ്ങനെയല്ല, എന്തുകൊണ്ട് അവർക്കിപ്പൊ നഷ്ടപ്പെട്ടു പോയല്ലോ വിനോദേട്ടൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ. ഈ അടുത്ത് ഞാൻ ട്രെയിനിൽ പോകുമ്പോഴേ, ട്രെയിനിൽ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാള് എന്നെ പരിചയപ്പെട്ട്, കുറച്ച് പ്രായമുള്ള ഒരാളാണ്, പരിചയപ്പെട്ട് പറഞ്ഞത്, നിങ്ങളെ കുറച്ച് സംസാരത്തിന് ശേഷം എന്നോട് പറഞ്ഞു, നിങ്ങളെ എൻ്റെ മകൻ്റെ ഭാര്യയെ നിങ്ങൾ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എവിടെയാണ്? ഷൊർണൂർ. ഷൊർണൂർ ഞാൻ പെണ്ണ് കാണാൻ വന്നിരുന്നു. അപ്പോൾ അവർക്കെന്തോ കലാകാരന്മാർക്ക് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു പോകുന്നതാണ്. അവളിന്നും വീട്ടിൽ TV-യിൽ നിങ്ങളെ കാണുമ്പോൾ പറയേ എന്നെ പെണ്ണിടാൻ വന്ന ആളാണെന്ന്. അതെ, അവർക്ക് അതിൽ ഒരു നഷ്ടബോധം ഉണ്ടാവും, ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന്. അല്ല, എന്താ പറയുക, എനിക്ക് അതിൽ ഭയങ്കര വിഷമം തോന്നിയൊരു ഘട്ടമാണ് അത്. കാരണം നമ്മൾ പെണ്ണ് കാണാൻ പോയാൽ ഒരു 10-13 വീടുകളിൽ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. ഈ 13 വീടുകളിൽ നിന്നും പെൺകുട്ടികളെ ഇഷ്ടപ്പെടും, കുട്ടിക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടും. പക്ഷെ വീട്ടുകാർ പറയും കലാകാരനായതുകൊണ്ട് പെണ്ണ് കൊടുക്കാൻ പറ്റില്ല, ജോലി വേണം, ജോലി ഉണ്ടെങ്കിൽ പെണ്ണ് കൊടുക്കും. അതൊരു സ്ഥിര വരുമാനമായി കണ്ടില്ല അല്ലേ? അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും അങ്ങനെ പറയുമ്പോൾ. കലാകാരന്മാരുടെ ഒരു അവസ്ഥ ഞാൻ പറയുമ്പോൾ, നമുക്ക് ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് കിട്ടുന്ന ശമ്പളത്തെക്കാട്ടും കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു മാസം. അത് ശരിയാ. പക്ഷെ അത് ശമ്പളമല്ലല്ലോ, കൂലിയല്ലേ, അതിന് വിലയില്ല. അങ്ങനെ കുറെ കല്യാണങ്ങളായിട്ട് മുടങ്ങി. 13 കല്യാണം. ചേച്ചി 14-ാമത്തെ ആളാണ്. 14-ാമത്തെ ആളെ ഇവളുടെ വീട്ടിൽ നിന്നുണ്ടായിരുന്നു പ്രശ്നങ്ങളൊക്കെ, കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവളോട് പോയി പറഞ്ഞു, ഇവളെ സ്പെഷ്യലി പോയി കണ്ടു പറഞ്ഞു, എനിക്കിനി കൂടുതൽ പെണ്ണ് പോയി, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, നീ ഒന്ന് വാശി പിടിച്ചാൽ കല്യാണം നടക്കും, പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ്. അത് ഇന്നും പൊന്നുപോലെ നോക്കുന്നു. ചേച്ചി നല്ല ഹാപ്പിയാണ്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹപ്രകാരം ഗുരുവായൂരിൽ മുകാംബികെന്നും രാമേശ്വരത്തൊക്കെ എല്ലായിടത്തും അവളെ കല്യാണം കഴിച്ചു. ആദ്യം ഇപ്പം പണ്ട് കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് പറയാനുള്ള ഒരു വോയിസ് ഇല്ല, വീട്ടിലെ കാരണവന്മാരാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണോ പെണ്ണിന്റെ വീട്ടിൽ നിന്ന്? പെണ്ണിന്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ മതി, പുറത്തൊന്നും പോകണ്ട. എനിക്ക് ഗുരുവായൂരിൽ നിന്ന് കഴിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ അവരുടെയൊക്കെ നിർബന്ധത്തിന് വീട്ടിൽ നിന്ന് കഴിച്ചു. പക്ഷേ
പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ മുഖമയിൽ പോയപ്പോൾ ഒരു സ്വാമിജിയോട് ഈ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ സ്വാമിജി പറഞ്ഞു അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യണം വിനോദം. ആഗ്രഹങ്ങളൊന്നും നമ്മൾ അപ്പം ബാക്കി ഞാൻ വെക്കരുത്. പറഞ്ഞു അങ്ങനെ വീണ്ടും കല്യാണം കഴിക്കാൻ പറ്റും. പിന്നെന്താ, ഗുരുവായൂരിൽ ഒരു 1000 രൂപ അടച്ചാൽ ആർക്കും കല്യാണം കഴിക്കാം. രണ്ട് ഭാഗത്ത് ഈ 2 ആൾക്കാരുണ്ടാവണമെന്നേ ഉള്ളതാണ്. അത് കേട്ട ഉടനെ അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് വൈഫിനെയും കൂട്ടി പോയിട്ട് നല്ലൊരു കല്യാണം കഴിച്ചു. എത്ര വർഷത്തിന് ശേഷമായിരുന്നു രണ്ടാമത്? 18 വർഷത്തിന്. 18 വർഷത്തിന് ശേഷം പിന്നെ 2 കല്യാണം കഴിച്ചത്. പിന്നത് അതിൻ്റെ അടുത്ത വർഷം മൂകാംബിയെന്ന്, അതിൻ്റെ അടുത്ത വർഷം രാമേശ്വരത്ത് നിന്ന്. അപ്പൊ കല്യാണ സാരി ഇതൊക്കെ പുതിയതായിട്ട് അതൊക്കെ പുതിയത് പഠിക്കും. എല്ലാം സ്വർണം ഉണ്ടായോ? ആ സ്വർണം, പഴയ സ്വർണവും കുറച്ച് പുതിയതൊക്കെ ആയിട്ട്. എന്നാലും ഒരു ആ ഫോട്ടോ ഒക്കെ കണ്ടോ, കല്യാണ പെണ്ണ് പോലെ തന്നെ. അല്ല, എനിക്ക് ഇങ്ങനെ കണ്ടല്ലോ ഈ പച്ച മാലയൊക്കെ ഇട്ട് തുളസിയുടെ മാലയൊക്കെ ഇട്ട് നിൽക്കണതാണ് എനിക്ക്. ഇത് നമുക്ക് കഴുത്തിന് ഇങ്ങനെ തൂങ്ങിപ്പോകുന്നൊരു വലിയ മാല, വലിയ റോസാപ്പൂ മാല, മുല്ലമാലയൊക്കെ അത് ഇഷ്ടമല്ലായിരുന്നു. അതാണ് കലാകാരന്മാർക്ക് പെണ്ണ് കിട്ടാത്ത ഒരവസ്ഥ. ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട്. കാരണം വലിയ നടന്മാരെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, അവർക്ക് മാത്രമാണ് പെട്ടെന്ന് പ്രപ്പോസൽസ് ഒക്കെ വരുന്നത്. എന്നാലും ചെറിയൊരു മാറ്റം വന്നു. ആ മാറ്റത്തെ കുറിച്ചൊന്ന്. അല്ല, മാറ്റമുണ്ട്, മാറ്റമില്ലായൊന്നുമില്ല. കാരണം ഇപ്പം ഈ ചാനലുകളുടെ വരവോടെ ഇഷ്ടംപോലെ അവസരങ്ങൾ. ഇപ്പോൾ ചാനലിൽ ഒരു 2 പരിപാടി ചെയ്യുമ്പോഴേക്കൊക്കെ ആളുകൾ കണ്ട് താരങ്ങളാവുകയാണ്, സെലിബ്രിറ്റി ആവുകയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം വരും. അപ്പോൾ പെൺകുട്ടികൾ ഇപ്പോൾ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ പെൺകുട്ടികൾ അയാളെ കൂടെ പോകും. അങ്ങനെ പോയൊരു ഇഷ്ടം പോലെയുണ്ട്. അതെ അതെ. ചേച്ചിക്ക് സത്യം പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റീന്റെ ഭാര്യ എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ അത്ര വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല. അന്ന് ഞാനൊരു കലാകാരനാണ്, ഒരു നാടകം കളിക്കുന്ന ആൾ, മിമിക്രി കളിക്കുന്ന ഒരാളെന്നുള്ളൂ. പക്ഷേ അവളെ കിട്ടിയതിന് ശേഷമാണ് എനിക്ക് ഭാഗ്യങ്ങളൊക്കെ വന്നത്. ഒരുപാട് ചാനൽ, ഇപ്പോൾ ഞാൻ പ്രോഗ്രാം ചെയ്യാത്ത ചാനൽ, എല്ലാ ചാനലുകളും പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു ഭാഗ്യം. കുറെ അവാർഡുകൾ പിന്നെ പറയണ്ടല്ലോ, മൊത്തം അവാർഡുകളാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നിൽ മാത്രം ഞാൻ ഫ്രീ ആയിട്ടിരിക്കില്ല. ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒന്നെങ്കിലും എഴുതും, അല്ലെങ്കിൽ വായിക്കും, അതല്ലെങ്കിൽ പാടും. വെറുതെ ഇരിക്കുന്ന ഒരു സംഭവം എനിക്കില്ല, എൻ്റെ നിഘണ്ടുവിലില്ല. അത് മറുമായത്തിൽ എല്ലാവരും പറയും ഇവനൊരു നേരം ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഞാനിപ്പോൾ ഈ രാവിലെ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ കുറേ ആളുകൾ ആശംസ പറയും. ഈ ആശംസ അയച്ചു തരുവാനായിട്ട്, അമ്പലത്തിൽ ഉത്സവമാണ്, മോൻ്റെ ബർത്ത്ഡേ ആണ്, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. ഞാൻ അതിന് സമയം കണ്ടെത്തും. 1 മണിക്കൂറൊക്കെ ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ട് അത് കാണുമ്പോൾ അവർക്കുണ്ടാവുന്നൊരു സന്തോഷമുണ്ട്. പലരും അങ്ങനെ ഇപ്പൊ അയച്ചു കൊടുക്കുന്നില്ല. സ്റ്റാറ്റസ് ഇടും ചിലർ. എനിക്കും ചില സമയത്തൊക്കെ നമുക്ക് ഭ്രാന്തി പിടിക്കും കേട്ടോ. എന്തറിയോ, ചില ആളുകൾ നമ്മൾ അയച്ചു കൊടുത്താൽ പ്രൊനൗൺസിയേഷൻ ശരിയായില്ല, അവിടെ ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, അതൊന്ന് മാറ്റി ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മൾ ഈ തിരക്കിനിടയിലാണ് ചെയ്യുന്നത്, പിന്നെ അത് മാറ്റി ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഒരു സങ്കടം. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ആളുകൾക്ക്, കാരണം അവരത് സ്റ്റാറ്റസ് ഇടുമ്പോൾ ഒരുപാട് പേര് നമ്മളെ കാണുക. അപ്പൊ അവർക്കൊക്കെ ആ വിനോദ് കുമാരായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ, എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ രോഗികളെ വേദനിക്കുന്നവരെ കാണാൻ പോകുക എന്നുള്ളത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അത് ഈ അനാഥ മന്ദിരങ്ങളിലും പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻ്ററുകളിലും പിന്നെ വൃദ്ധസദനങ്ങളും അവിടെയൊക്കെ സന്ദർശിക്കാറുണ്ട്. അവർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അവർക്ക് കുറച്ച് നേരം അവരുടെ കൂടെ ചിലവഴിച്ച് കുറച്ച് പാട്ടൊക്കെ പാടിക്കൊടുത്ത് കുറച്ച് തമാശയൊക്കെ പറഞ്ഞു കൊടുത്താൽ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അവരുടെ ഒരു പ്രാർത്ഥനയൊക്കെ നമുക്ക് കിട്ടാൻ എനിക്ക് ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥന ഉണ്ട്. എനിക്ക് ഒരുപാട് ഈ നടക്കാൻ വയ്യാത്ത വീട്ടിൽ കഴിയുന്ന രോഗികളുടെ പ്രാർത്ഥന ഉണ്ട് എനിക്ക്. അതൊക്കെ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം. അപ്പം ഞാൻ ഒഴിവ് കിട്ടുമ്പം അങ്ങനെയുള്ള ആളുകളെ തേടി പിടിച്ച് പോകും. ഞാൻ ഇപ്പോഴും നമ്മുടെ എന്താ പറയാ, അവർ അഭിനയിച്ചതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ഒരു മൂസക്കായാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ മൂസ എന്നുള്ള കഥാപാത്രവും മറുമായത്തിലും മൊയ്തുവും ഏറെ ജനകീയമായ കഥാപാത്രമാണ്. അപ്പോൾ ആളുകൾ എവിടെ പോയാലും ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നത്. ഇപ്പോൾ ചില ഭാര്യ പറയാറുണ്ട്, നമ്മൾ രാത്രിയൊക്കെ കാർ ഓടിച്ച് പോകുമ്പോൾ, രാത്രി ഇപ്പോൾ എവിടെയെങ്കിലും ബ്ലോക്കിൽ നിൽക്കുമ്പോൾ അപ്പുറത്തെ കാറിൽ നിന്ന് വൈഫ് പറയും, ചേട്ടാ ആ കാറുന്നത് എല്ലാവരും ചേട്ടനെ നോക്കണോ. അപ്പം ഞാൻ വേഗം ചില്ല് കത്തിയിട്ട് ഹായ് എന്നൊക്കെ പറയും. ഇവരെങ്ങനെ ഇരുട്ടത്തുനിന്ന് ചേട്ടനെ കണ്ടുപിടിക്കണമെന്നൊക്കെ ചെയ്യും. അപ്പോൾ എവിടെ പോയാലും ആളുകൾ പെട്ടെന്ന് നമ്മളെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത്. കുട്ടികൾ പറയും അച്ഛാ ആ മൂസക്കായി അല്ലെങ്കിൽ മൊയ്തുക്ക എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്ന് ഫോട്ടോ എടുക്കലും. ഇപ്പം ട്രെയിൻ യാത്രയിലൊക്കെയാണ്. ട്രെയിൻ യാത്ര ഞാൻ ഇവിടുന്ന് കോഴിക്കോട് എനിക്ക് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ വായിക്കുകയാണ് സാധനം ചെയ്യുക. ഒരു പുസ്തകം വായിച്ചു തീർക്കും കോഴിക്കോടെത്തുമ്പോഴേക്കും, ട്രെയിനിൽ ഒരു പുസ്തകം. പക്ഷെ ഇപ്പം അങ്ങനെ വായിക്കാൻ പറ്റില്ല. കാരണം വായിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആളുകൾ ഇങ്ങനെ വരും. അവർ വന്ന് അവർക്ക് മറുമായ വിശേഷങ്ങൾ അറിയണം, വീട്ടുവിശേഷങ്ങൾ അറിയണം, MAT മൂസയുടെ വിശേഷങ്ങൾ അറിയണം. ഒരാൾ സംസാരിച്ച് ഫോട്ടോ എടുത്ത് പോകുമ്പോഴേക്കും അടുത്ത ആൾ വരും. അങ്ങനെ. പക്ഷെ അത് സുഖമാണ്. 2017 നിർത്തി പരിപാടി. ഇപ്പോഴും ആളുകളുടെ മനസ്സിന് ആ കഥാപാത്രം വിട്ടുപോയിട്ടില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. കാരണം ഒരു ആർട്ടിസ്റ്റുകൾക്കും അങ്ങനത്തെ, കാരണം ഏത് സീരിയലും നിർത്തിക്കഴിഞ്ഞ ഒരു 3-4 മാസം, ഏറി വന്ന ഒരു 6 മാസമൊക്കെ ആളുകൾ ഓർത്തിരിക്കും, പിന്നെ അതുകൊണ്ട് വിട്ടുപോകണം. പക്ഷെ 8 വർഷം ഇപ്പോഴും ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ 10 പേരെന്നെ വിളിക്കുന്നുണ്ട്, അതിൽ 8 പേര് എന്നെ മൂസക്കായിന്ന് വിളിക്കുള്ളൂ. ഒരുപാട് സിനിമയൊക്കെ ചെയ്തെങ്കിലും 2 പേര്
മൊയ്തു എന്നും വിളിക്കും, ആരും വിനോദ് എന്ന് വിളിക്കാറില്ല. അത് സത്യം. വിനോദേട്ടാ ആരും വിളിക്കില്ല. അല്ല, പിന്നെ ഇപ്പം സിനിമാ ലോകത്തുള്ളവരും സീരിയലുള്ളവരൊക്കെ എന്നെ കോവൂര് എന്നാണ് വിളിക്കുന്നത്. അത് പിന്നെ സുരഭി ഇട്ടിരിക്കുന്ന പേരാണെങ്കിൽ കോവൂരാൻ എന്നാണ് സുരഭി ഇട്ടത്. പക്ഷെ കോവൂര് എന്ന് വിളിക്കുമ്പോൾ അത് നമ്മുടെ ഒരു സ്ഥലത്തിന്റെ പേരിലൂടെ അറിയപ്പെടുമ്പോൾ ഉള്ള ഒരു സന്തോഷം വേറെയാണല്ലോ. നമ്മുടെ നാട് കോവൂര് എന്ന് പറഞ്ഞ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ചെറിയൊരു സ്ഥലമാണ്. പക്ഷെ ആ സ്ഥലം മുഴുവൻ പറയപ്പെടുന്നത് എൻ്റെ പേരിൽ നിന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. ഇപ്പം നമ്മൾ ദുബായിൽ പോയാലും സൗദിയിൽ പോയാലും അമേരിക്കയിൽ പോയാലും അവിടെയൊക്കെ ആങ്കർ വന്ന് വെൽക്കം വിനോദ് കോവൂർ എന്ന് പറയും. ആ കോവൂർ എന്ന് പറയുമ്പോൾ നാട് ജന്മസ്ഥലം വിനോദേട്ടന്റെ പേരിൽ അറിയപ്പെടുവാണ്. അത് വലിയൊരു ഭാഗ്യമാണ്. കോവൂര് വീട്ടിൽ തന്നെയാണോ ജനിച്ചു വളർന്നത്? മൊത്തം അവിടെ തന്നെയാണ് പഠിച്ചത്? ജനിച്ചു വളർന്നത് അവിടെയല്ല. ജനിച്ചു വളർന്നത് ഞങ്ങൾ മെഡിക്കൽ കോളേജ് ക്വാർട്ടേഴ്സിലാണ്. അച്ഛനും അമ്മയും മെഡിക്കൽ കോളേജിൽ സ്റ്റാഫായിരുന്നു. അപ്പോൾ അവിടെ ക്വാർട്ടേഴ്സിലായിരുന്നു എൻ്റെ കുട്ടിക്കാലൊക്കെ. ജനിച്ചു വളർന്നൊക്കെ അവിടെയാണ്. പക്ഷെ ഒരു 6ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും അവിടെ നിന്ന് മാറി ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീടെടുത്തു കോവൂര്. അത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള സ്ഥലം. ഒരു 6th സ്റ്റാൻഡേർഡ് മുതൽ നമുക്ക് ബുദ്ധിയെ കുറയ്ക്കണ പ്രായം മുതൽ പിന്നെ അവിടെയാണ്. പക്ഷേ തൊട്ടടുത്ത സ്ഥലം ഈ ജന്മസ്ഥലമാണ്. അപ്പം അവിടെയും പോവും ഇവിടെയും വരും. സുഹൃത്തുക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. കോഴിക്കോടാണ് ഏറ്റവും നന്മ നിറഞ്ഞ സുഹൃത്തുക്കളുള്ളത് എനിക്ക്. 10, 35, 40 വർഷത്തെ പരിചയമുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് നമ്മുടെ ജീവൻ. നമ്മളപ്പോ എന്ത് പരിപാടി കണ്ടാലും അവരെ വിലയിരുത്തുന്ന പോലെ വേറെ ആരും വിലയിരുത്തില്ല. അതെ, നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ മോശവും പറയണം, നല്ലതാണെങ്കിൽ നല്ലതും പറയണം. അതാണ് നല്ല സുഹൃത്തുക്കൾ. അങ്ങനെ കുറേ നല്ല സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കളാണ് നമ്മുടെ ഫലം. എന്തിനും ഇപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാലും ഇപ്പൊ ഇനി ഓടിയെത്താൻ ഇഷ്ടംപോലെ ആളുണ്ട് അവിടെ. അപ്പൊ ഞാൻ ചില ദിവസം കാസർഗോഡേക്കൊക്കെ അവിടുന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഉച്ചനേരത്താണ് കോഴിക്കോട് എത്തണമെങ്കിൽ എനിക്ക് കോഴിക്കോട് നിന്ന് ഒരു ഭക്ഷണം തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സുഹൃത്തിനെ വിളിച്ചാൽ അവൻ ഭക്ഷണം കഴിച്ച് സ്റ്റേഷനിൽ അവിടെ എത്തിച്ചേരും. അപ്പോൾ ട്രെയിനിൽ അത് കഴിച്ചിട്ട് പോകാമൊക്കെ. അപ്പൊ ഒരു വിളിപ്പാട് അകലെ എല്ലാവരും ഉണ്ട്. വിനോദേട്ടൻ ഇപ്പൊ 56 വയസ്സായി അല്ലേ? പക്ഷെ നമ്മൾ അന്ന് കണ്ട അതേപോലെ തന്നെ ഉള്ളത്. മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിലേ ഈ പിന്നെ വയസ്സൊക്കെ വെറും അക്കങ്ങളായിട്ട് മാറും. അങ്ങനെ മാറണം. നമ്മളെന്നും ആക്റ്റീവായിട്ടിരുന്നാൽ പോസിറ്റീവായിട്ടിരുന്നാൽ നമുക്ക് പ്രായം കുറയും. പിന്നെ കുറച്ച് ഭക്ഷണക്രമവും കാര്യം ഞാൻ അതിലൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. ഭക്ഷണം വാരിക്കോരി കഴിക്കാത്ത ഒരാളാണ്. പിന്നെ അത്യാവശ്യം വ്യായാമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ നിന്ന് പോകണം. എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതിലൊക്കെ നമുക്ക് മോട്ടിവേഷൻ മമ്മൂക്കയാണ്. മമ്മൂക്ക ഈ പ്രായത്തിലും ഇങ്ങനെ നിൽക്കുന്നില്ലേ? അല്ല, ശരിക്കും പല കാര്യത്തിലും ഞാൻ മമ്മൂക്കയെ റോൾ മോഡൽ ആക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ തന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. മമ്മൂക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ മമ്മൂക്കയെ പടച്ചോൻ എന്നാണ് മൊബൈലിൽ സേവ് ചെയ്ത്. ഇപ്പോഴും അങ്ങനെയാണോ? ഇപ്പോഴും അങ്ങനെയാണ്. പടച്ചോനാണത്. എല്ലാ രീതിയിലും എൻ്റെ പടച്ചോനാണ്. കാരണം എന്നെ സിനിമാ ലോകത്തിന് ശരിക്കും എനിക്ക് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നതും സിനിമയിൽ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ആരാധിച്ചിരുന്നൊരു മനുഷ്യനായിട്ട് നമ്മൾ ഇത്രയും വലിയൊരു ആത്മബന്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോൾ എൻ്റെ എന്ത് കലാരൂപം ഞാനിടുന്ന എന്തും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കണ്ടാൽ അതിന് കമൻറ്റ് ചെയ്യുന്ന ഒരാൾ ആദ്യം കമൻറ്റ് ചെയ്യുന്ന മമ്മൂക്കയായിരിക്കും. അങ്ങനെയൊക്കെ ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് തരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ വിഷമങ്ങളും എല്ലാം നമ്മൾ പടച്ചോനുമായിട്ട് പങ്കുവെക്കും. അപ്പം സിനിമയിലും പടച്ചോന്റെ കൂടെ അഭിനയിക്കാൻ പറ്റും. മമ്മൂക്കയുടെ കൂടെ വർഷത്തിൽ അസ്ലം എന്ന് പറഞ്ഞാൽ നല്ലൊരു കഥാപാത്രമായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും നല്ല കഥാപാത്രം. അത് മമ്മൂക്ക 2014 എനിക്കൊരു ഷോർട്ട് ഫിലിമിൽ ഒരു ദേശീയ അംഗീകാരം കിട്ടിയിരുന്നു, മികച്ച നടനാണ്. ആ കണ്ടോ, പറഞ്ഞപ്പോഴേക്ക് ആള് വന്നിട്ടുണ്ടോ അവിടെ? അത് സത്യം, ടിവിയിൽ മമ്മൂക്ക വന്നു. അപ്പോൾ ആ അവാർഡ് കിട്ടിയപ്പം എന്നെ ആദ്യം വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തത് മമ്മൂക്കയാണ്. എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ എറണാകുളത്ത് വന്ന് മമ്മൂക്കയെ കാണുന്നു. മമ്മൂക്ക എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നീ ഒരു കൊമേഡിയൻ മാത്രമാണെന്ന് ഞാൻ വിചാരിച്ചത്, നീ ഒന്ന് സീരിയസ് നടനാണ്. എനിക്ക് ഒരുപാട് നല്ല സീരിയസ് വേഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അതിൽ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയിൽ എനിക്കൊരു വേഷം ഉണ്ടെന്ന് പറഞ്ഞു. ആ വേഷമാണ് വർഷത്തിലെ അസ്ലം. അതിൽ മമ്മൂക്കയെ എടാ എന്നൊക്കെ വിളിക്കുന്ന രംഗമുണ്ട്. അപ്പൊ അത് ഭയങ്കര മമ്മൂക്ക തമാശയാക്കിയതാണ്. എടാന്ന് വിളിച്ചതിൻ്റെ പേരിൽ മൂപ്പര് എന്നോട് ചെറുതായിട്ട് നടക്കി. നീ എൻ്റെ കൈയൊന്നും പിടിക്കണം, നീ എന്നെ എടാന്നൊക്കെ വിളിച്ചോ, ഞാൻ നിനക്കടെ എത്ര സീനിയറാന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സംഭവം വെറുതെ ഉണ്ടാക്കിയതാ, തമാശയാക്കിയതാ. പക്ഷെ അങ്ങനെ പെട്ടെന്ന് തമാശയാണെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റിയില്ല. ഞാനാകെ വിഷമം. എല്ലാവരും അപ്പോൾ കൂടുതലുള്ളവരൊക്കെ ചോദിക്കാൻ തുടങ്ങി, അതാ നീ എങ്ങനെ അങ്ങനെ വിളിക്കുക? ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റിൽ അങ്ങനെയാണ്, സ്ക്രിപ്റ്റിൽ അങ്ങനെയെന്ന് വെച്ചിട്ട് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളല്ല അയാളെ എടാന്ന് വിളിക്കുക. മമ്മൂക്ക എല്ലാരും പറയാറുണ്ട് കൊച്ചു കുട്ടികളെ പോലെ സംസാരമൊക്കെ. എങ്ങനെയായിരുന്നു? ചില സമയത്തൊക്കെ ചില കാര്യങ്ങൾ ഒപ്പിക്കും മൂപ്പരെ, അത് വലിയൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞാൽ ഇപ്പോൾ സീനില്ലാത്ത സമയത്ത് മമ്മൂക്കയുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞു തന്നെ എന്തെങ്കിലും ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എന്നോടൊക്കെ പറയണത് ആരോഗ്യം ശ്രദ്ധിക്കണം, മദ്യപാനത്തിന് അഡിക്റ്റ് ആവരുത്, പുകവലിക്കും അഡിക്റ്റ് ആവരുത്. അതൊന്നും എനിക്കില്ല.
അപ്പോൾ അതും ഇല്ല എന്നുള്ളത്, അത് വേറൊരു സിനിമ, ഫേസ് ടു ഫേസ് എന്ന സിനിമയിൽ ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചപ്പം ഞാനൊരു മുഴുക്കുടിയനായിട്ടാണ് അത് അഭിനയിക്കുന്നത്. അപ്പോൾ ആ സീന് ഒറ്റ ഫസ്റ്റ് ടേക്കിൽ സീൻ ഓക്കെ ആയി. നമുക്ക് എന്നെ ഹഗ് ചെയ്തു, ഭയങ്കര ക്ലാപ്പിങ്, എല്ലാവരും ക്ലാപ്പ് ചെയ്തു. നന്നായിട്ട് ചെയ്തു, നീ നന്നായിട്ട് കഴിക്കും അല്ലേ എന്ന് വെച്ചു എന്നോട്. അപ്പം ഞാനില്ല നമുക്ക് ഞാൻ കഴിക്കില്ല, പോടാ നിന്റെ കണ്ണ് കണ്ടറിയാം നീ നന്നായിട്ട് കഴിക്കുന്ന ആളാണ്. പിന്നെ എനിക്ക് നിവൃത്തിയില്ലല്ലോ, ഞാൻ അത് കഴിക്കാത്ത ആളാണ്. അപ്പം ഞാൻ എന്നിട്ട് പിന്നെ വേറൊരു നടനെ പിടിച്ചു പോയി, അദ്ദേഹത്തിന് തന്നെ അറിയാം, അദ്ദേഹത്തെ കൊണ്ട് അബു സലീം എന്നുണ്ട് നടൻ, അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് ഇരിക്കുന്ന റൂമിൽ പോയിട്ട് നമുക്ക് അതൊന്ന് തിരുത്തി കളിട്ടോ, വിനോദ് കഴിക്കാത്ത ആളാണ്, നിങ്ങളത് പറഞ്ഞിട്ട് വലിയ ക്ഷീണമുണ്ട് എന്ന് അവിടെ ഇരിക്കുന്നവർ. അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഇപ്പം നീ കഴിക്കണ്ടാവില്ല, പക്ഷെ നിന്നെ കഴിപ്പിക്കാൻ പലരും ശ്രമിക്കും, അതിൽ വീഴരുത്, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, പവിത്രമായിട്ട് കലയെ കൊണ്ടുകിടന്ന വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞു ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്, ഞാൻ സോഷ്യൽ വർക്കറാണ്, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല, എനിക്ക് ലഹരി എൻ്റെ അഭിനയവും പാട്ടും തന്നെയാണ്. അപ്പം അങ്ങനെ കുറേ നല്ല, പിന്നെ വീട് വെക്കണം, കാറ്, ഞാൻ ആദ്യം ഉപയോഗിച്ച കാറ്, ആ കാറ് മാറ്റണം, പുതിയ കാറ് മേടിക്കണം, സ്വന്തമായിട്ട് വീട് വെക്കണം, ഇതൊക്കെ എനിക്ക് ഇതൊക്കെ പറഞ്ഞതും മമ്മൂക്കയാണ്. അതിപ്പോൾ ഞാൻ പുതിയ കാറ് വാങ്ങിച്ചു, പുതിയ ഫ്ലാറ്റ് വാങ്ങിച്ചു, എല്ലാം അതൊരു ജ്യേഷ്ഠ തുല്യനായിട്ട് നമുക്ക് തോന്നും. ചിലപ്പോൾ നമുക്ക് അച്ഛൻ്റെ പ്രായമുണ്ട്, ചിലപ്പോൾ അങ്ങനെ ആവാം, അമ്മാവനാവാം, എന്ത് രീതിയിലും നമുക്ക് കാണാം, അത്രയും ലവബിൾ ആണ് ആള്. നമ്പരൊക്കെ തന്നതൊക്കെ ആദ്യമേ നമ്പർ വർഷം സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് എനിക്ക് നമ്പർ തന്നത്. നമുക്ക് വളരെ റെയറായിട്ട് നമ്പറൊക്കെ എല്ലാവർക്കും കൊടുക്കുകയുള്ളൂ എന്നാണ് കേൾക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ നമ്പർ നീ വേറെ ആർക്കും കൊടുത്തു കഴിഞ്ഞാൽ അതോടെ നിന്റെ നമ്പർ ഞാൻ ഡിലീറ്റ് ചെയ്തു. അതെ, അത് നമ്മളെ ഇഷ്ടം, നമ്മുടെ ഒരു വിശ്വാസം കൊണ്ട് തരുന്നതാണല്ലോ അല്ലേ. അതാണ് മമ്മൂക്കയുടെ ഒരു ഇഷ്ടം പിടിച്ചു പറ്റിയ നമ്മളൊക്കെ, അതൊക്കെ സത്യം, അത് ഞാൻ അതിലേക്ക് അഭിമാനിക്കുന്നു. കാരണം നമ്മൾ കുട്ടിക്കാലം പണ്ടൊക്കെ ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന സമയത്തേ പുസ്തകങ്ങളിൽ, നോട്ട് പുസ്തകങ്ങളിൽ മമ്മൂക്കയുടെ ചിത്രം ബ്ലേഡ് കൊണ്ട് വെട്ടിയെടുത്തിട്ട് ഈ ചോറ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് വെക്കുകയായിരുന്നു. ആൽബം ഉണ്ടാക്കുകയാണ് പുസ്തകങ്ങൾ. അത് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലേക്ക് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ആ പുസ്തകങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ ആ പുസ്തകത്തിലേക്ക്, അത് കൂടുതലും കണക്ക് പുസ്തകത്തിൽ ഒട്ടിച്ച, കണക്ക് എനിക്ക് കാണണ്ട, കണക്കിൻ്റെ മേലെ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ആൽബം, എന്നിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ കൂട്ടുകാരൊക്കെ വന്ന് നോക്കും, മമ്മൂക്കയുടെ പല ചിത്രങ്ങൾ, അതൊക്കെ അന്നത്തെ ആരാധന കൊണ്ട് ചെയ്തതാണ്. അന്നൊക്കെ നമ്മൾ എല്ലാ നടന്മാരെയും ചെയ്യും, പക്ഷേ ഏട്ടൻ ചെയ്തതെന്ന് വെച്ചാൽ മമ്മൂക്കയുടെ മാത്രം. പിന്നെ സ്വപ്നം കാണുക മമ്മൂക്കയെ. അപ്പോൾ അത് അമ്മയുടെ അടുത്ത് പറയുമ്പോൾ അമ്മ എന്നെ കളിയാക്കി. ആദ്യം സ്വപ്നം കണ്ടപ്പോൾ നിനക്ക് വട്ടായി പോവും ഇങ്ങനെ ചിന്തിച്ചാന്നൊക്കെ പറഞ്ഞ അമ്മ, പിന്നെ നടനായി മമ്മൂക്കയുടെ കൂടെയൊക്കെ അഭിനയിച്ചപ്പോ എന്താ അമ്മ പറഞ്ഞേ? അയ്യോ പിന്നെ അമ്മ അങ്ങനെ അമ്മ ടി വിന്റെ മുന്നിൽ നിന്ന് മാറില്ല. എപ്പോഴാണ് എൻ്റെതൊന്ന് വരികയെന്ന് അറിയില്ലല്ലോ. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മയായിരുന്നു. അമ്മയ്ക്കാണ് അതൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായത്. അച്ഛൻ വളരെ നേരത്തെ മരിച്ചുപോയി. അച്ഛന് അത്രയും ഭാഗ്യം ഉണ്ടായിട്ടില്ല. അമ്മ പിന്നെ എല്ലാം കണ്ടിട്ടാണ്. അമ്മ എല്ലാ സിനിമയും ഇറങ്ങണമെന്ന് അമ്മ ഞാൻ തിയേറ്ററിൽ കൊണ്ടുപോകും, എന്നിട്ട് തിയേറ്ററിൽ തന്നെ കാണിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അച്ഛൻ MIT മ്യൂസിക്? ഇല്ല, അച്ഛൻ അതിൻ്റെയൊക്കെ മുമ്പേ മരിച്ചുപോയി. അച്ഛൻ അങ്ങനെ നല്ല എൻ്റെ കഥാപാത്രങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അച്ഛനാണ് എന്നെ കൊണ്ട് നടന്നത്, പലരെയും പരിചയപ്പെടുത്തുന്നതും പല സംവിധായകന്മാരുടെ അടുത്തൊക്കെ കൊണ്ട് നടക്കും അച്ഛനാണ്. അവരുടെ ഒരു അനുഗ്രഹമായിരിക്കും. സ്വർഗത്തിലിരുന്ന അച്ഛനും അമ്മയും ഇപ്പം ഈ പുതിയ വീടും ഈ ഇന്റർവ്യൂ ഒക്കെ കാണുന്നുണ്ടാവാം. അതെ, അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. അപ്പം ഈ പുതിയ വീടായ സമയത്ത് മമ്മൂക്കെ അറിയിക്കുകയൊക്കെ ചെയ്തു? മമ്മൂക്കെ അറിയിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ വയ്യാതെ റെസ്റ്റ് എടുക്കുന്ന സമയമല്ലേ, അതുകൊണ്ട് എനിക്ക് അനുഗ്രഹങ്ങളൊക്കെ നേർന്നിരുന്നു, എല്ലാവിധ ആശംസകളും നേർന്നിരുന്നു, മെസ്സേജ് അയച്ചിരുന്നു. മെസ്സേജൊക്കെ അയച്ചു. അപ്പം മമ്മൂക്ക ഈ അടുത്ത് പിറന്നാളിലൊക്കെ മമ്മൂക്കയുടെ ഒരു ഫോട്ടോ വന്നു. അതുപോലെ തന്നെ മമ്മൂക്ക തിരിച്ചു വരുവാന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും സന്തോഷിച്ചു. ഒരു ദിവസം ഫുൾ വാർത്തയിൽ മമ്മൂക്കയായിരുന്നു. അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ വീണു പോയി, അങ്ങനെ ഒരു അസുഖം വന്നു എന്നൊക്കെ കേട്ട സമയത്ത് ആദ്യം വിനോദേട്ടൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടാവും. മമ്മൂക്കയായിട്ട് ഇൻറ്റിമേറ്റ്സ് ഉള്ള ഏതൊരാൾക്കും, ഞാനൊക്കെ അമ്പലങ്ങളിൽ പോയിട്ട് വഴിപാട് വരെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് മൂകാംബികയിലൊക്കെ ഇപ്പോൾ മൂകാംബികയിലെ സ്പെഷ്യൽ പൂജ വരെ ഞാൻ മമ്മൂക്ക് വേണ്ടി ചെയ്യിച്ചു. മമ്മൂക്കയ്ക്ക് വേണ്ടി ഞാൻ അത്രയും, പിന്നെ പ്രാർത്ഥനകളൊക്കെ ഉൾപ്പെടുത്തി ഇടയ്ക്കിടയ്ക്ക് ഞാൻ മെസ്സേജ് വിടും, ഓക്കെ അല്ലേ നമുക്ക്, അപ്പോൾ ഓക്കെ ആണടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മെസ്സേജ് വരും. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ എന്ത് മെസ്സേജ് വിട്ടാലും അതിൻ്റെ അപ്പം മെസ്സേജ് തിരിച്ചു വിടും നമുക്ക്. അത് വലിയൊരു പിന്നെ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പല താരങ്ങൾക്കും പറ്റാത്തൊരു കാര്യമാണ് അത്. ഇത്രയും പ്രഗത്ഭനായ ഒരു നടൻ, എത്ര ആളുകളായിട്ടും നമുക്ക് കണക്ഷൻ ഉണ്ടാവും. അതിൽ എവിടെയോ കിടക്കുന്ന ഒരു ശിശുവാണ് ഞാൻ. അപ്പോൾ എന്നെയും പരിഗണിക്കുന്നു എന്നുള്ളതാണല്ലോ. അമ്മയിലെ എൻ്റെ എല്ലാ മെമ്പേഴ്സിനോടും പറഞ്ഞത് ഞാനൊരു വീട് വെച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും ഞാൻ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്, നടക്കാനുള്ള ദൂരമുള്ളൂ, എപ്പോഴെങ്കിലും ഒന്ന് വന്ന് കയറണം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. മലബാറുകാരുടെ ഒരു പ്രത്യേക ഇതാണ്, നമ്മളെല്ലാവരും വീട്ടിലേക്ക് വരുന്ന ഭയങ്കര സന്തോഷമാണ് അല്ലേ, അതിഥികളെ ഭക്ഷണം കൊടുക്കുക, അവർക്ക് മധുരം കൊടുക്കുക എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഇഷ്ട ഭക്ഷണം എന്താ? ഇഷ്ടഭക്ഷണം
ശരിക്കും ഞാൻ കുറേ കാലം ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നു. പിന്നെ എൻ്റെ ഭാര്യ എന്നെ മാറ്റിയതാണ്. എനിക്ക് സാമ്പാറും പപ്പടവും ഒരു ഇത്തിരി ഉപ്പേരിയും ഒരു അച്ചാറും കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ പിന്നീട് മീനിലേക്കായി ഭയങ്കര കോൺസെൻട്രേഷൻ. മീൻകാരൻ ആയിട്ട് അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം മീനിലേക്ക്. പിന്നെ മീൻ കറികൾ, അതായത് ചെറിയ മീനുകൾ, നെത്തൽ, ചാള, മത്തി, അയല, അതൊക്കെ ഭയങ്കര കറി വെച്ചാൽ വൈഫ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നന്നായിട്ട് അത് കൂട്ടി ഉച്ചയ്ക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കും. പിന്നെ ഈ ഇറച്ചികളോട് പൊതുവേ മാംസങ്ങളോട് പൊതുവേ താല്പര്യം കുറവാണ്. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കും. വാരി വലിച്ചൊന്നും കഴിക്കില്ല, ഒക്കെ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. അത് മതി. നമ്മൾ ഈ ചെറിയ ശരീരത്തിലേക്ക് എന്തിനധികം. മതി. അപ്പോൾ വിനോദേട്ടാ, കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് പറഞ്ഞു. കുഞ്ഞുണ്ണി മാഷിനെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? പരിചയപ്പെടുന്നത് വലപ്പാട് ആണ് കുഞ്ഞുണ്ണി മാഷിന്റെ സ്ഥലം, തൃശ്ശൂർ. അവിടുത്തെ ഒരു സ്കൂളിലേക്ക് എന്നെ മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഞാനവിടെ ചെല്ലുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് കുഞ്ഞുണ്ണി മാഷ നാടാണ്, കുഞ്ഞുണ്ണി മാഷാണ് ഉദ്ഘാടകൻ എന്നൊക്കെ അറിയുന്നത്. അവൻ ആദ്യമായിട്ട് കുഞ്ഞുണ്ണി മാഷിനെ കാണുകയാണ്. കണ്ടു, ഞാനൊന്ന് അനുഗ്രഹം വായിച്ചു. അപ്പോൾ അധ്യാപകർ പറഞ്ഞു, ഇതാണ് കോഴിക്കോട് നിന്ന് വന്നിരിക്കുന്ന വിനോദ് എന്നാണ് പേര്, കുട്ടികളൊന്ന് രസിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ കുഞ്ഞുണ്ണി മാഷ ഉദ്ഘാടനം കഴിഞ്ഞു. പിന്നെ എൻ്റെ ഊഴാണ്. ഞാൻ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യണത് കണ്ടിട്ട് കുഞ്ഞുണ്ണി മാഷിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നി. സ്റ്റേജിൽ കയറി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അവിടെ നിന്ന് എൻ്റെ കൈയും പിടിച്ച് നേരെ കുഞ്ഞുണ്ണി മാഷ വീട്ടിലേക്ക് പോയി. മാഷ എഴുതിയ എല്ലാ പുസ്തകങ്ങളുടെയും ഒരു കോപ്പി എനിക്ക് തന്നു. നിനക്ക് കുട്ടികളുടെ മനഃശാസ്ത്രം നന്നായിട്ട് അറിയാം, കുട്ടികളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ നിനക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്, അത് നന്നായിട്ട് പ്രയോഗിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ അധ്യാപകനാവാൻ വലിയ ഇഷ്ടമുണ്ട്. അധ്യാപകനാവണ്ട, അധ്യാപകനായ നീ ഒരു സ്കൂളിൽ മാത്രം കുടുങ്ങിപ്പോവും. നീ ഒരു പരിശീലകനാവുക, ട്രെയിനറാവുക. അപ്പം നിന്നെ ഒരുപാട് സ്കൂളിലെ കുട്ടികൾക്ക് ഉപകരിക്കും. അങ്ങനെയാണ് ഞാൻ ട്രെയിനറാവാനുള്ള ശ്രമം നടത്തിയതും അത് അക്ഷരം പ്രതി ശരിയായി. അങ്ങനെ തന്നെ നടന്നു. അത് എല്ലാരും ഇപ്പൊ എന്റർടൈൻ ചെയ്യുന്ന ഒരാളായി മാറി. അതാണ് അദ്ദേഹം നൽകിയൊരു ഉപദേശം. അദ്ദേഹം പറഞ്ഞ ഒരു ദീർഘദർശിയായിരുന്നു, നീ വലിയൊരു നടനാവും എന്ന് പറഞ്ഞ ഒരാളാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്. പക്ഷെ ഒരു ക്ലാസ് മുറികളിൽ ഒതുങ്ങേണ്ടതല്ല അതിന്റെ ജീവിതം എന്ന് പറഞ്ഞു. കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് കുഞ്ഞുണ്ണി മാഷോടാണ്. കാരണം ഞാൻ ഇന്ന് ഈ ജനങ്ങൾ അറിയപ്പെടുന്ന വിനോദ് കോവൂരാവാൻ കാരണക്കാരൻ ശരിക്കും കുഞ്ഞുണ്ണി മാഷാണ്. അദ്ദേഹവുമായിട്ടുള്ള ഒരു അടുപ്പം, അദ്ദേഹം എനിക്ക് തന്നൊരു സ്ഥാനം, സ്വന്തം മകനെ പോലെ അദ്ദേഹം എന്നെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആകസ്മികമായിട്ടാണ് അദ്ദേഹം എൻ്റെ വീട്ടിൽ, അതും എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ്. കുഞ്ഞുണ്ണി മാഷ് ഞാൻ തമ്മിൽ കണക്ഷൻ ഉണ്ട്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഞാൻ കുഞ്ഞുണ്ണി മാഷ വീട്ടിൽ പോകാറ്. അന്നൊന്നും മൊബൈൽ ഫോൺ ഇല്ലല്ലോ, നമുക്ക് ഫോട്ടോ എടുത്തൊന്നും വീട്ടിൽ കൊണ്ട് കാണിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ല. അപ്പം ഞാൻ അമ്മയോടൊക്കെ പറയും, കുഞ്ഞിനി മാഷ് ഒരിക്കലും ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അമ്മ, കുഞ്ഞിനി മാഷ് ഇങ്ങോട്ട് വരാൻ നിൽക്കുക, നീ മിണ്ടാണ്ടിരിക്കും, അയാളൊക്കെ അത്ര വലിയ ആളാന്നൊക്കെ പറഞ്ഞിട്ടേ. അങ്ങനെ കുഞ്ഞിനി മാഷ് എൻ്റെ വീട്ടിൽ വന്ന ദിവസം ശരിക്കും അച്ഛനും അമ്മയും ഞെട്ടി, ഞാനില്ല വീട്ടിൽ. അപ്പോൾ അതവർക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ കുഞ്ഞിനി മാഷ്, ഞാനിന്ന് ഇവിടെ താമസിക്കുകയാണ്, നാളെ പോവുള്ളൂ, നാളെ എൻ്റെ മോൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കി തരും. ഒരു ദിവസം വീട്ടിലുണ്ടായി. അപ്പോൾ വീട്ടിൽ നിന്ന് പിറ്റേന്ന് ഇറങ്ങുമ്പോഴാണ് മാഷി, അമ്മ മാഷോട് പറഞ്ഞതാണ്, ഇവങ്ങനെ ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ല മാഷേ, ഇവനൊരു കല്യാണം കഴിക്കണ്ടേ, ഇവനൊരു ഭാവി വേണ്ട, മാഷൊന്ന് ഉപദേശിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മാഷ് പറഞ്ഞത്, അവൻ്റെ പേര് വിനോദം എന്നാണ്, അവൻ വിനോദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലെത്തിയവനാണ്, അവൻ ആ ജോലി ചെയ്തോളൂ, അവൻ ലോകമറിയുന്ന കലാകാരനാവും. ഞാനാ പറയുന്നത്, അവനെ വേറൊരു ജോലിക്ക് നിങ്ങൾ നിർബന്ധിക്കേണ്ട. ഏത് പരിപാടി ചെയ്യുമ്പോഴും മാഷെന്ന് ഓർക്കും ഞാൻ. അത് സത്യമാണ്. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ കുട്ടികളെ രസിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പം മാഷെന്ന് ഓർത്തിട്ട് ഞാൻ ചെയ്യുള്ളൂ. അത് ഭയങ്കര എനർജി. ഒരു മണിക്കൂറൊക്കെ ഞാൻ കുട്ടികളായിട്ട് എൻ്റർടൈൻ ചെയ്യും, കുട്ടികളെയും ടീച്ചേഴ്സിനെയും പാരൻസിനെയൊക്കെ. അതിനാണ് ഇപ്പോൾ ഒരുപാട് സ്കൂളുകളിൽ എന്നെ ഗസ്റ്റായിട്ട് വിളിക്കും. എത്രയോ ഞാൻ പോകാത്ത സ്കൂളുകൾ വളരെ കുറവാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ പാട്ട് പാടും. ഞാൻ ഓഡിയൻസിൻ്റെ ഇടയിലേക്കാണ് ചെന്ന് കുട്ടികളുടെ ഇടയിൽ ചെന്നിട്ട് നാടൻ പാട്ടുകളൊക്കെ പാടി കുട്ടികളായിട്ട് ഇളക്കും. പിന്നെ കുറച്ച് മോട്ടിവേഷൻ കഥകൾ, കുറച്ച് തമാശകൾ, അങ്ങനെ ആളുകളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ ഒരു മണിക്കൂർ അവരെ എൻ്റർടൈൻ ചെയ്യുമ്പോൾ അവർ ഹാപ്പി, അവരൊരിക്കലും മറക്കില്ല. അത് ആ സ്കൂളിലെ ഹെഡ് ടീച്ചർമാർ പറയും പിന്നെ വിളിച്ചിട്ട്, ഇപ്പോഴും വിനോദിന്റെ പാട്ടുപാടി നടക്കുകയാണ് കുട്ടികൾ, അവരാ മറക്കില്ല കേട്ടോ ആ ദിവസം. പാട്ടുപാടിയ ഒരാളുടെ ഉള്ളിലേക്ക് ചെല്ലാൻ പറ്റും അല്ലേ? പാട്ട് എന്ന് പറഞ്ഞത് സംഗീതത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. സംഗീതം ഏതൊരാൾ, ഇപ്പം നമ്മൾ ട്രെയിനിൽ നമ്മുടെ യാത്ര, ഇപ്പം ഇന്നലെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ട്രെയിനിൽ ഒരാൾ വന്നു ഇതുപോലത്തെ ഒരു മൈക്കായിട്ട്. അയാൾ ഇങ്ങോട്ട് വന്നിട്ട്, ചന്ദ്രകളപം ചാർത്തിയുറങ്ങും തീരം, ഈ പാട്ടുണ്ട് പാടാൻ തുടങ്ങിയപ്പോൾ ആളുകൾ, മൊബൈൽ നോക്കുന്ന ആളുകളും വായിക്കുന്ന ആളുകളുടെ ശ്രദ്ധ മുഴുവൻ അയാളിലേക്കായി, ഞാനടക്കം. ഞാനും ഇങ്ങനെ എന്ത് രസമായിട്ടായി മനുഷ്യൻ പാടുന്നത്, ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ. എന്നിട്ട് അയാളൊരു കുറച്ച് വരി പാടിയിട്ട് പിന്നെ അയാളുടെ എല്ലാവരും നേരെ കൈനീട്ടുകയാണ്. എല്ലാവരും അയാൾക്ക്, പണ്ടൊക്കെ ഈ ഭിക്ഷയാചിക്കാൻ വരുന്ന ആളുകൾ 50 പൈസ 1 രൂപയൊക്കെ കൊടുക്കും, പക്ഷെ ഇയാൾക്ക് ആളുകൾ കൊടുക്കുന്ന മുഴുവൻ
10 രൂപയ്ക്കാണ്. 10ഉം 20ഒക്കെയാണ് കൊടുക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അത്രയും ദൈവം ആ കഴിവ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന് അറിയാവുന്ന കഴിവ് കാണിച്ചിട്ടാണ് അദ്ദേഹം നമ്മളുടെ അടുത്ത് കാശ് ചോദിക്കുന്നത്. കൈ നീട്ടുന്നത്. അപ്പം ഈ ആളുകളുടെ ശ്രദ്ധ മുഴുവൻ ആ പാട്ടിലേക്ക് കണ്ട് ചെന്നപ്പം അതാണ് സംഗീതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ. അങ്ങനെ പാടുന്ന എത്രയോ പേര് നന്നായിട്ട് പാടുന്നുണ്ടല്ലേ. അത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എൻ്റെ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല. ഞാൻ പോകരുത്, ഞാനും കാശെടുത്ത് കൊടുത്തു, നന്നായി പാടിയിട്ടോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒന്നിങ്ങനെയാക്കി. അത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ എവിടെ പോയാലും പാട്ട് പാടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു, എനിക്കിപ്പോൾ പാട്ടിലൂടെ എന്നോട് കമ്പനിയായ ഒരുപാട് പേരുണ്ട്. അപ്പോൾ മുരളി എന്ന് പറഞ്ഞാൽ പഴയ നടൻ മുരളിയേട്ടൻ പണ്ട് കോഴിക്കോട് ഒരു സീരിയലിൽ അഭിനയിച്ചിരുന്നു, ദുർഗ എന്ന് പറഞ്ഞ സീരിയലിൽ. ഞാനുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ആ സീരിയലിൽ അഭിനയിക്കുമ്പം ഒരു കോളേജിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട്, അവിടുത്തെ ആർട്സ് കോളേജിൽ. അപ്പോൾ ഒരു റൂമിൽ മുരളി, അപ്പോൾ എനിക്കൊന്നും മുരളിയേട്ടനൊന്നും അങ്ങനെ പോയിട്ട് പെട്ടെന്ന് ഹെഡ് ചെയ്യാൻ പറ്റില്ല, അല്ല വലിയ താരമല്ലേ. അപ്പം ഞാനിപ്പുറത്തെ റൂമിലാണ്, ഞാനും കൂട്ടുകാരൊക്കെ. അപ്പോൾ ഞാനിപ്പുറത്തെ റൂമിൽ നിന്ന് പാടി, നല്ല സുഖം ആ ഹാളിൽ നിന്ന് പാടാൻ. അപ്പോൾ എൻ്റെ വേറെ സുഹൃത്ത് ഇങ്ങനെ ഡെസ്കിൽ താളം പിടിച്ചുകൊണ്ട് ഞാൻ പാടിയാണ്. ഈ പാട്ട് കേട്ടപ്പോൾ മുരളിയേട്ടൻ അപ്പുറത്തെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ആരവിടെ പാടിയതെന്ന് ചോദിച്ചിട്ട് വന്നു. അപ്പോൾ കൂട്ടുകാരൊക്കെ ഇയാളാണ്. ആഹാ, എന്താ പേര്? വിനോദ്. നന്നായി പാടുണ്ടല്ലോ, ഞാൻ അവിടുന്ന് കേട്ടു. മുരളിയേട്ടൻ അവിടെ ഇരുന്നു, പാട് കേൾക്കട്ടെ. അങ്ങനെ ഞാൻ വീണ്ടും പാടി, മുരളിയേട്ടനും കൂടെ പാടി. അന്ന് ഞാൻ മുരളിയേട്ടൻ അന്ന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത പാട് വല്ലാത്തൊരു പാട്ടാണ്. മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ്, മാനത്തൊരു മഴവില്ലു കണ്ടാലിളകും പെണ്ണ്, പാടത്തെ പുല്ലിനും തീരത്തെ തൈകൾക്കും പാലും കൊണ്ടോടുന്ന പെണ്ണ്, അവളൊരു പാവം പാൽക്കാരി പെണ്ണ്, പാൽക്കാരി പെണ്ണ്, പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാർത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്, പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. ഈ പാട്ട് പിന്നെ നമ്മൾ നാടകത്തിലൂടെയാണ് സിനിമയിൽ വന്നത്. നാടകം ഞാൻ കുട്ടിക്കാലത്ത് തന്നെ ഒരുപാട് വലിയ വലിയ നാടകങ്ങളിൽ കൊച്ചുവേഷം ഈ ബാലചന്ദ്രനായിട്ട് അഭിനയിച്ചു. ഒക്കെ അച്ഛൻ്റെ കെയർ ഓഫിൽ വന്ന നാടകങ്ങളാണ്, കുറേ നാടകങ്ങളുണ്ട്. അപ്പോൾ അന്നേ ഈ വലിയ വലിയ നാടക അഭിനേതാക്കളുടെ അഭിനയം കണ്ടിട്ട് നമ്മളിങ്ങനെ വിസ്മയിച്ചു. അവരുടെ അടുത്തൊക്കെയാണ് ഞാൻ ശരിക്കും ഈ അഭിനയത്തിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിക്കുന്നത്. പിന്നീട് അത് കോളേജിലെത്തിയപ്പോഴേക്ക് കോളേജ് നാടകങ്ങളായി, അമേച്ചർ നാടകങ്ങളായി, കേരളോത്സവ നാടക മത്സരത്തിൽ അഭിനയിക്കാൻ തുടങ്ങി. നാടകത്തിൽ നിന്ന് പിന്നെ മിമിക്രിയിലേക്ക് കടന്നു. മിമിക്രിയിൽ ഒരുപാട് കാലം മിമിക്രി ട്രൂപ്പുകളൊക്കെ ആയിട്ട് കേരളം മുഴുവൻ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ചു. ആരെയാണ് ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്തത്? ഇമിറ്റേറ്റ് ചെയ്യണത് ഞാൻ അങ്ങനെ കോമഡിയാണ് കൂടുതലും ചെയ്യുന്നത്. ഇമിറ്റേറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട്, അവരാണ് ചെയ്യാറ്. അങ്ങനെ മിമിക്രി. പിന്നെ അപ്പോഴേക്ക് TV വന്നു, പിന്നെ TV പരിപാടികളായി. ആദ്യം സിനിമയിലേക്ക് എങ്ങനെയാ ആദ്യം എത്തിയത്? ഫസ്റ്റ് സിനിമ മഴനൂൽ കനവ് എന്ന സിനിമയാണ്. നന്ദൻ കാവിൽ നിന്നൊരു ഡയറക്ടർ ചെയ്തൊരു പടം, കോഴിക്കോട് തന്നെയാണ് ആ സിനിമ. ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ഷൂട്ട് ചെയ്തൊരു പടമായിരുന്നു. അതാണ് ആദ്യ സിനിമ. ഇപ്പോൾ ഒരു 54ഓളം സിനിമകളിൽ അഭിനയിച്ചു, ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങളായിട്ട് ചെയ്തു. ആദാമിന്റെ മകൻ, അബു ഉസ്താദ് ഹോട്ടല്, അതുപോലെ തന്നെ പുണ്യാളനഗർ ബത്തീസ്, പുതിയ തീരങ്ങൾ, വർഷം, അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തു. ഇതിലേറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം അസ്ലം തന്നെയാണോ? അത് വർഷത്തിലെ ക്യാരക്ടർ തന്നെയാണ്. ഇനി ഏത് കഥാപാത്രം ചെയ്യണം എന്നൊക്കെ ആഗ്രഹം? ചെയ്യാൻ ഏത് കഥാപാത്രം കിട്ടിയാലും ഞാൻ ചെയ്യും. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. കാരണം മറുവായത്തു നിന്നൊക്കെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം അതാണ്. കാരണം മറുവായത്തിലേക്ക് 870ഓളം കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്തു എന്ന് പറയുമ്പം അത്രയും എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അപ്പോൾ എനിക്ക് കൊമേഡിയൻ ആവാൻ മാത്രം ഇഷ്ടമല്ല, സീരിയസ് വേഷങ്ങൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. ഇപ്പം ഞാൻ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തൊരു നോവ് പാട്ടുണ്ട്, സംവിധാനവും ചെയ്തു പാടും, നോവറിയാതെ എന്ന സോങ്. അതിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ കണ്ട് ഒരുപാട് സംവിധായകർ എന്നെ വിളിച്ചിട്ടുണ്ട്. എന്ത് രസമായിട്ടാണ് വിനോദ് ചെയ്തിരിക്കുന്നത്, വിനോദിന് ഇങ്ങനത്തെ വേഷങ്ങൾ നന്നായിട്ട് ചേരും, കിട്ടട്ടെ, കിട്ടാൻ നമ്മൾ ചെയ്യും. നല്ല കഥാപാത്രങ്ങളെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അത് നമുക്കും ഭയങ്കര വിഷമം തോന്നി, ചൂരൽമലയിലെ മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ വേദന. അത് ഒരുപാട് പേര് കണ്ട അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നു. വയനാട്ടിലുള്ളവരൊക്കെ വിളിക്കാറുണ്ടോ? ഉണ്ട്, ഒരുപാട് പേര് വിളിച്ചെടുത്തു. 5 സിനിമകളിൽ പാടിയെന്ന് കേട്ടു. ഏതൊക്കെ സിനിമകളിലായിരുന്നു? സിനിമകളിൽ പാടിയത്, ആദ്യം ഞാൻ പാടിയത് നിദ്രാടനം എന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതിലൊരു നാടൻ പാട്ട് ആയിരുന്നു, നല്ലൊരു കള്ളുകൂടി പാട്ടായിരുന്നു. പിന്നെ പാടിയത്
സ്റ്റേഷൻ 5 എന്ന സിനിമയിൽ ഞാനും നെഞ്ചേമയും കൂടി ഒരു പാട്ട് പാടി. പിന്നെ പച്ചപ്പ് തേടി എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയിൽ ഞാൻ തന്നെ നല്ലൊരു മെലഡി പാട്ട് പാടി. പിന്നെ അതിന് ശേഷം മനസ്സാ വാച എന്ന് പറഞ്ഞ സിനിമ വന്നു, അതിലും ഒരു നാടൻ പാട്ട് പാടി. പിന്നെ ഒരു സിനിമയിൽ കൂടി പാടിയിട്ടുണ്ട്. അങ്ങനെ 5 പാട്ടുകൾ പാടി. അല്ലാതെ തന്നെ ആൽബത്തിൽ പാടി, ഒരുപാട് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു. 2016 അവാർഡ് കിട്ടുന്നത്, മികച്ച 2014 അതേ കാരണത്താൽ ഷോർട്ട് ഫിലിം മികച്ച നടനുള്ള ദേശീയ അംഗീകാരം, ദേശീയ അംഗീകാരമായിരുന്നു. അപ്പൊ 2016 മികച്ച ഹാസ്യ നടനുള്ള ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ അവാർഡുകളുടെ പുറകെ ഒരിക്കലും ഭ്രമിച്ചു പോയിട്ടില്ല. അവാർഡുകളൊക്കെ ഇങ്ങനെ കിട്ടുക, അവാർഡുകളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഉത്തരവാദിത്വം തരുന്ന ഒരു കാര്യമാണ്. അതെ. അപ്പോൾ ശരിക്കും പറയണ ഒരു 10-60ഓളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ടാവും ഈ കാലയളവിനുള്ളിൽ, 30 വർഷത്തിനുള്ളിൽ. ഈ അതേ കാരണത്തിൽ എന്ന സിനിമയ്ക്ക് തന്നെ എനിക്ക് ബെസ്റ്റ് ആക്ടർക്കുള്ള 17 അവാർഡ് കിട്ടിയിട്ടുണ്ട്. 17 അവാർഡ് ഒറ്റ സിനിമയ്ക്ക് തന്നെ കിട്ടി. ഒരു ദേശീയ അംഗീകാരം ഒരു സിനിമയിൽ, അതുപോലെ തന്നെ 17 അവാർഡ് ഒരു സിനിമയിൽ കിട്ടുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. ഇനി MIT മൂസയിലേക്ക് വരുവാണെങ്കിൽ ഇനി ഒരു സെക്കൻഡ് പാർട്ട് അതിന് ഉണ്ടാവുമോ? സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ല. സെക്കൻഡ് പാർട്ട് ഒരിക്കലും വരില്ല. വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്, പക്ഷെ ഒരിക്കലും സുരഭിനെ തിരിച്ച് ഈ സീരിയൽ രംഗത്തേക്ക് വരില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാനും അത് ഒഴിവാക്കി. പഴയ എപ്പിസോഡുകളെ കണ്ട് ആളുകൾ തൃപ്തി അടയുക, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടി വന്നെങ്കിലായി. സുരഭി ചേച്ചിക്ക് ദേശീയ അംഗീകാരം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നില്ല? പിന്നെ സന്തോഷം തോന്നില്ല. നമ്മുടെ ഒരു പാർട്ട്ണർക്ക് അവാർഡ് കിട്ടുമ്പോൾ അത് അവൾ ആ സിനിമയിലേക്ക് പറഞ്ഞു വിടുന്നതും അവളെ നിർബന്ധിച്ചൊക്കെ ഞാനും ഉണ്ട്. ഒരുപാട് നിർബന്ധിച്ചിട്ട് അവൾ ആ സിനിമ പോയി ചെയ്യണത്. അപ്പോൾ അതിന് അംഗീകാരം കിട്ടിയ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു, ഗൾഫിലായിരുന്നു. അവിടെ നിന്നാണ് വിവരം അറിയണത്. ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെയാണ് വിവരം അറിയണത്. വലിയ സന്തോഷം. സുരഭി ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 2 വാക്ക് പറയുകയാണെങ്കിൽ എന്താണ്? സുരഭി നല്ലൊരു ആക്ട്രസ്സാണ്, ഒരുപാട് കഴിവുകളുള്ളൊരു ആക്ട്രസ്സാണ് സുരഭി. ഡാൻസും അറിയാം, അഭിനയിക്കാനും അറിയാം, നന്നായിട്ട് കോമഡി. ഈ MIT മൂസയിലെ പാത്തു ആണ് അവാർഡ് കിട്ടിയ സിനിമയിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരാൾ വിശ്വസിക്കില്ല, അത്ര വ്യത്യാസം. നമ്മുടെ മറിമായി ഇനി ഒരുപാട് എപ്പിസോഡുകൾ ഇങ്ങനെ പോകില്ല, എത്ര വർഷം? മറിമായി 16 വർഷത്തിലേക്ക് കിടക്കണം. അത് പോകുന്നിടത്തോളം പോകും, പോട്ടെ. അതെ, ആളുകൾക്ക് മടിക്കണം. എപ്പോഴും വിഷയം ഉണ്ടാവുമല്ലോ. എപ്പോഴാണോ നിർത്താൻ തോന്നുന്നത് അപ്പം നിർത്തിക്കോട്ടെ, അതുവരെ ഞങ്ങൾ പോകും. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആക്ഷേപഹാസ്യം ആയതുകൊണ്ട് തന്നെ എപ്പോഴും വിഷയങ്ങളുണ്ടാവും. ഒരു പഞ്ഞമില്ല, ഇഷ്ടംപോലെ കിട്ടും വിഷയം. ഇനിയിപ്പം ലാസ്റ്റ് പേഴ്സണൽ ലൈഫിലോട്ട് വരികയാണെങ്കിൽ ദേവു ചേച്ചിയാണ് ലോകം. ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കളില്ല, ഭാര്യയാണ് എൻ്റെ മകളെന്ന്. അപ്പം ശരിക്കും ഇതൊക്കെ ദൈവം ഇതാക്കുന്നതല്ലേ, അത്രയേ ഉള്ളൂ. നമുക്ക് കിട്ടിയ ഒരു മോളെ കിട്ടിയ മോനെ കിട്ടിയ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ അത്രയേ ഉള്ളൂ. നമ്മൾ തെറ്റ് ചെയ്തിട്ടൊന്നുമല്ലല്ലോ, ഒരു തെറ്റും അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അതിലെന്തോ ഒരു തടസ്സം അങ്ങനെ ഉണ്ടാവും. വിനോദായിട്ട് 7 വർഷം HIV പ്രിവെൻഷൻ മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ 7 വർഷം വർക്ക് ചെയ്തപ്പം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് എയ്ഡ്സ് രോഗികൾ, എൻ്റെ മുന്നിൽ കിടന്ന് മരിച്ച കുറേ എയ്ഡ്സ് രോഗികൾ, അവർക്കൊക്കെ എങ്ങനെ എയ്ഡ്സ് രോഗം വന്നു, ഓരോ സ്ത്രീകളും എങ്ങനെയാണ് സെക്സ് വർക്കേഴ്സ് ആവുന്നത്, എങ്ങനെയാണ് ഓരോ പുരുഷന്മാരും പുരുഷവേശികളാവുന്നത് എന്നുള്ളതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ അടുത്ത പുസ്തകത്തിൽ ഈ കഥകൾ ഒരുപാടുണ്ട്. സാഹചര്യങ്ങൾ കൊണ്ടാണല്ലേ പലരും. അപ്പോൾ അതിൻ്റെ അടുത്ത പുസ്തകത്തിൽ മുഴുവൻ ആ മേഖലയിലുള്ള, പിന്നെ ഞാൻ ഒരു 5 വർഷക്കാലം ഹോട്ടൽ മേഖലയിൽ റിസപ്ഷനിസ്റ്റായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സും കഴിഞ്ഞാണ് ഞാൻ. അപ്പോൾ ആ ഹോട്ടലിലുണ്ടായ കുറേ അനുഭവങ്ങളും ഈ HIV പ്രിവെൻഷൻ പ്രോജക്റ്റിലെ അനുഭവങ്ങളാണ് എൻ്റെ അടുത്ത പുസ്തകത്തിൽ വരാൻ പോകുന്നത്. അതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ 2 മണിക്കൂർ പറയാനുള്ള കാര്യമുണ്ട്. കാരണം നമ്മൾ കാണുന്നില്ല എന്നല്ലോ, ഒരുപാട് എയ്ഡ്സ് രോഗികളുണ്ട്. അല്ല, ഇപ്പോഴൊക്കെ കുറവാണ്. പക്ഷെ ഞാനൊക്കെ വർക്ക് ചെയ്തിരുന്ന കാലത്തൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പൊക്കെ കുറേ ബോധവൽക്കരണം വന്ന ആളുകളൊക്കെ ഒരുപാട് നന്നായി. ലാസ്റ്റ് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇത്രയും കാലം നിങ്ങൾ എന്നെ സഹിച്ചു, 10-30 വർഷമായിട്ട് നിങ്ങൾ എന്നെ സഹിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ എന്നെ സഹിക്കുക, പ്രാർത്ഥിക്കുക. കാരണം ഞാൻ നന്മയുടെ പക്ഷത്ത് കൂടെ നടക്കുന്ന ഒരു കലാകാരനാണ്. ഇത്രയും കാലമായിട്ട് ഞാനൊരു പേരുദോഷമൊന്നും അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല, ഇനിയും ഉണ്ടാക്കരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്യണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. അത് സീരിയസ് ആയതും ഏത് വേഷങ്ങൾ കിട്ടിയാലും ചെയ്യാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അത് മറിമായം എന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാവണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ഇത്രയും തിരക്ക് പിടിച്ച സമയത്ത് നമ്മളോട് ചെലവഴിച്ച് ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.